അഭിലാഷ്, ഇതിൽ ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കരുതലോടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനൊരു സാധ്യതയുള്ളൂ. തിരിച്ചടിക്കണം എന്നുള്ളൊരു സമ്മർദ്ദം വലിയ തോതിൽ സർക്കാരിന് മേലുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, പൊതുസമൂഹത്തിനിടയിലൊക്കെ തന്നെ ഇതൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു സേനാ നടപടി എന്നുള്ള തലത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള തരത്തിലൊക്കെ വലിയ ചർച്ചകളൊക്കെ മുറുകുന്നുണ്ട്, വലിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വളരെ കരുതലോടെ മാത്രമേ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നീങ്ങാൻ കഴിയുകയുള്ളൂ. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ പിന്തുണ ഇന്ത്യക്കുണ്ട്. ചൈന അടക്കം ഇന്ത്യക്ക് ഈ വിഷയത്തിൽ പിന്തുണയുമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും വലിയൊരു സേനാ നടപടിയിലേക്ക് ഇന്ത്യക്ക് എത്രത്തോളം പോകാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ പാകിസ്ഥാൻ തന്നെ ആഭ്യന്തരമായി വലിയൊരു കലാപം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടുപോകാം. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞവണത്തെ പോലെ ഈ പറയുന്ന പക്തൻക്വായിൽ ഇന്ത്യ ഒരു പേലോഡ് അല്ലെങ്കിൽ ഒരു ബോംബ് അവിടുത്തെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്തിയത് മാത്രമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. ആ തിരിച്ചടി ഇതിനു മുമ്പും ഇന്ത്യ നടത്തിയിട്ടുള്ള പലപ്പോഴും ഇത്തരം സർജിക്കൽ സ്ട്രൈക്കുകൾ ഈ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സേന നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് മാത്രമായി ഇതിനൊരു തിരിച്ചടി വേണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കണമോ എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമായി വലിയ വിഷയങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രമാണ്. അതായത് സാമ്പത്തിക ഞെരുക്കം വലിയ തോതിൽ അവർക്കുണ്ട്, പണമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്, ലോകരാഷ്ട്രങ്ങൾ പഴയതുപോലെ പാകിസ്ഥാനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ ഭീകരതയ്ക്ക് പണം നൽകുന്നു എന്നുള്ള വിഷയത്തിൽ പാകിസ്ഥാൻ FATF മുന്നിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സാമ്പത്തികമായി ഞെരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേണമെങ്കിലും ഇന്ത്യക്ക് പോകാം. ഇപ്പോൾ തന്നെ അക്കാര്യത്തിലുള്ള വലിയ ഒരു മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് പാകിസ്ഥാൻ ഇന്ത്യ ഉണ്ടായിരുന്നു. അത് ഇന്ത്യ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക രംഗത്തുള്ളൊരു നടപടിയായിരിക്കാം ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു ലിമിറ്റഡ് ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതുമായി മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു തിരിച്ചടി മാത്രമായിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ആലോചിക്കുക. അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു സേനാ നടപടി എന്ന് പറയുമ്പോൾ നമുക്ക് ലഡാക്കിൽ വിഷയങ്ങളുണ്ട്. ചൈന അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോൾ വലിയ തോതിലുള്ള സൈനിക സന്നാഹം നടത്തിയിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ സേനയുടെ വലിയൊരു ഭാഗം അവിടെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ചെറിയ മേഖലകളിലൊക്കെ സേനാ പിന്മാറ്റം നടന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഒരു വിന്യാസം, സേനാ വിന്യാസം, ആയുധങ്ങളുടെ വിന്യാസം, ടാങ്കുകൾ അതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഈ പറയുന്ന ലഡാക്ക് മേഖലയിൽ ഈ സംഘർഷം രൂപപ്പെട്ട സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്നും സേനയെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോജിസ്റ്റിക്സും നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സേനാ വിന്യാസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ധൃതി പിടിച്ച് 24 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഉടനടി ഒരു തിരിച്ചടി ആക്രമണം എന്നൊക്കെ നമുക്കിപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മാറി ഇതിൻ്റെ താഴെത്തട്ടിലേക്ക് വളരെ നിറ്റിഗ്രിറ്റിയിലേക്ക് പോകുമ്പോൾ എത്രത്തോളം അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് പഹൽഗാമിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ തന്നെ ബന്ധുക്കൾ പിന്നെ അവരുടെ വിഷമവും രോഷവും എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമ്മർദ്ദങ്ങൾ ഒരു ലൈവ് ടെലികാസ്റ്റിലൂടെയൊക്കെ വരുമ്പോൾ രാജ്യം മുഴുക്കെ കാണുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വലിയ സമ്മർദ്ദമാണ്. നമ്മളിത് സമാനമായ സാഹചര്യം നേരിട്ടത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയ സമയത്താണ്. ഈ പറഞ്ഞ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് നാഷണൽ TV ലൈവായിട്ട് പോകുന്ന ഒരു സാഹചര്യം. വലിയ സമ്മർദ്ദം സർക്കാരിന് വന്നപ്പോൾ അന്ന് 3 ഭീകരരെ ഹഫീസ് സെയ്ദ് അടക്കം വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമോഷണൽ ഒരു സമ്മർദ്ദം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം സമ്മർദ്ദങ്ങൾ മറികടക്കാൻ ഇന്നത്തെ ഒരു സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ തവണ പുൽവാമയ്ക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഘൂസ്കർ മാരാ എന്നുള്ളതാണ്, വീട്ടിൽ കയറി അടിച്ചു എന്നുള്ള തരത്തിലുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും 12 മണിക്ക് CCS ചേരുമ്പോൾ മാത്രമല്ല ക്യാബിനറ്റ് കമ്മിറ്റി സെക്യൂരിറ്റീസ് ചേരുകയാണ്. അവധാനതയോടുകൂടിയുള്ള സമീപനമായിരിക്കും രാജ്യം എടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വളരെ പെട്ടെന്ന് പ്രതികരിക്കേണ്ട ഒരു വിഷയവുമല്ല. അതേസമയം തന്നെ സേനാ മേധാവിമാർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കരസേനാ മേധാവി ആർമി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും നേവി ചീഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും രാജ്നാഥ് സിംഗിനെ സ്ഥിതിവിശേഷങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ തിരിച്ചടി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വൈകാരികമായ സമ്മർദ്ദം ഉണ്ടാകാം, രാജ്യത്തിനകത്ത് ഉണ്ടാകും, അത് സർക്കാരിന് മുകളിൽ ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു വൈകാരികമായ തിരിച്ചടിക്ക് പോയി അത് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നതിനേക്കാൾ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സേനയ്ക്കോ വലിയ പോറലൊന്നും ഏൽക്കാതെ
കൃത്യമായ മുഖത്തടിക്കുന്നത് മാതിരിയുള്ള മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തിരഞ്ഞെടുക്കുക, അതിനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിന് ഈ പറയുന്നത് പോലെ സമയം അല്പം എടുത്തേക്കാം. നേരത്തെ ഈ പുൽവാമ അറ്റാക്കിന് ശേഷം 12 ദിവസത്തിന് ശേഷമാണ് ബലാക്കോട്ടിലേക്ക് ഇന്ത്യൻ സൈന്യം പ്രത്യേകിച്ചും വ്യോമസേനയുടെ ശക്തമായ മിന്നലാക്രമണം നടത്തിയത്. അന്ന് ആ രീതിയിലുള്ള തിരിച്ചടി കൊടുത്തു. അത്തരത്തിൽ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു അവസരം ഇന്ത്യ കൃത്യമായ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനയും എന്തായാലും ഈ ദിവസങ്ങളിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം തീർച്ചയായിട്ടും.